വെൽക്കം ബാക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഓണത്തിൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ടില്ല എന്ന്. രാവിലെ അമ്പലത്തിൽ പോയ വീഡിയോ ആണ് കേട്ടോ ഇത്. തിരുവോണത്തിൻ്റെ അന്ന് അവിടെ ചെന്നപ്പോൾ കണ്ടതാണ്. ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. പൂക്കളം കണ്ടിട്ട് എന്ത് രസമായിരുന്നു അറിയാം. പൂക്കളം കാണാനായിട്ട് നമ്മൾ മാനൂരത്ത് അമ്പലത്തിലെ പൂക്കളമാണ് ഈ വർഷത്തെ. സൂപ്പറായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഈ രാത്രിയൊക്കെ ഉറക്കമൊഴിഞ്ഞ് ഇട്ടാണ് കേട്ടോ ഇവർ. മഴയാണെങ്കിൽ അവർ റിസ്ക് എടുത്ത് പൂക്കളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ സന്തോഷമായിട്ടും പറയുന്നുണ്ട്, റിസ്ക് എടുത്ത് ഇന്നലെ അച്ചുമൊക്കെ ആയിട്ട്, അച്ചും കുറച്ച് പേരൂടെ ഒക്കെ എല്ലാവരും കൂടെ ഇട്ടാണെന്ന് പറയുന്നുണ്ട്. അച്ചു മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരൂടെ ചേർന്നാണ് ഈ പൂക്കളം ഇട്ടത്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. മഴയത്ത് തൊഴുതിന് പോകുന്ന ഞങ്ങൾ അമ്മ മഴയാ ഗൈസ്, മഴയാണ്. മുണ്ട പൊക്കി കൊടുക്ക്. മഴയാണ്, മഴയത്താണ് തൊഴുവാൻ വന്നിട്ട്. ഇതാണ് ഞങ്ങളുടെ അമ്പലം. ഇവിടെ അല്ലേ അകം ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു ഇതിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മദർ ഗൈസ്. ഏത് മുണ്ട്? മുണ്ട് ഏതിലേക്ക് മുണ്ടൊക്കെ ഒന്ന് കാണിക്ക്. എന്താ ഗൈസ്, ഓണമായിട്ടോ മുണ്ടെടുത്ത് കാണിക്ക്. അങ്ങോട്ട് വെക്കോ, കാണുന്നില്ലല്ലോ. വാ, മുണ്ടൊക്കെ എടുത്ത് സുന്ദരനായിട്ടുണ്ട്. ഒരേ ഒരു രാജാവ് ഞങ്ങളുടെ വീട്ടിലെ ചോയി മോനാണിത്. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാരണവരാണ്. ഇതാണ് ഏത് കാരണവർ? അഭയ കാരണവർ. അഭയ കാരണവരെ മുണ്ട് കണ്ട് ഓണമുണ്ട്. പൂവേ ഇങ്ങോട്ട് തിരി കുത്ത. പിന്നെ ഞങ്ങൾ അച്ഛമ്മനെ കാണാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ, അറിയാവുന്നവരാണ്. ഹാപ്പി ഓണം പറയാൻ നിൽക്കുകയാണ് കേട്ടോ. കണ്ണടയൊക്കെ വെച്ച് മസിലൊക്കെ കാണിച്ച് അവൻ എന്നോട് ഹാപ്പി ഓണം പറയാണ്. ഇപ്പം ഞാനും തിരിച്ചും പറഞ്ഞ് ഞങ്ങൾ അച്ഛമ്മനെ കണ്ടുവരാം. ഞങ്ങൾ അച്ഛമ്മനെ കാണാൻ പോവുക. കുറച്ച് കയച്ചുണ്ട് കേട്ടോ. ആ കയച്ച് തള്ളി നീക്കുന്ന അവളും ഞാനും. ഞങ്ങൾക്ക് ആളില്ല രണ്ടാൾക്കും. ഇതാണ് കയറ്റമൊക്കെ കാണിച്ചു തരാം. ഇതൊന്നുമില്ല, ഒരു ശകലമേ ഉള്ളൂ. ഞങ്ങൾക്കിത് വലിയൊരു കയറ്റമാണ്. അമ്മയുണ്ട് ഞങ്ങളെ കൂടെ. അമ്മയ്ക്കിത് വലിയ കയറ്റമൊന്നുമല്ല, പക്ഷെ ഇത് ഞങ്ങൾക്ക് വലിയ കയറ്റമാണെന്ന് തോന്നുന്നു. തീരെ പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ അച്ഛമ്മനെ കാണാൻ പോണ്ടേ. പോയി കണ്ടിട്ടേരാ. ഇവിടെ അമ്മേൻ്റെ ആങ്ങളേൻ്റെ വീടുണ്ട്. അപ്പോൾ മിക്കവാറും അവിടെയും കൂടെ കയറേണ്ടി വരും. അതായത് അമ്മയ്ക്ക് 6 ആങ്ങളമാരുണ്ട്. അപ്പോൾ 2-3 പേര് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറാം, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കയറാം. ഇതായിട്ട് ഒരാങ്ങളേൻ്റെ വീട്. ഇതാണ് ഒരാങ്ങളേൻ്റെ വീട്. ഇവിടെ ആരും ഇപ്പോൾ കാണുന്നില്ല. തിരിച്ചു വരുമ്പോൾ കയറാമേ കേട്ടോ. മാമൻ്റെ അവിടെ തിരിച്ചു വരുമ്പോൾ കയറാം. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി എടുക്കാണ്ട് വന്നത്. അത് വലിയൊരു പണിയേ. ഓൾ പറഞ്ഞ് വണ്ടി എടുക്കാമെന്ന്, ഞാനാണ് പറഞ്ഞത് വേണ്ടെന്ന്. പക്ഷേ എനിക്കാവുന്നില്ല. ഏതായാലും അച്ഛമ്മേൻ്റെ പോയിട്ട് ബാക്കി വിശേഷങ്ങളോ. അങ്ങനെ ഞങ്ങൾ അച്ഛമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടോ. അച്ഛമ്മേൻ്റെ അടുത്ത് എത്തിയപ്പോൾ മോനോട് ചോറ് തിന്നാനൊക്കെ അച്ഛമ്മ പറയാണ്. അപ്പം പറയുന്ന സ്ഥലമില്ല അച്ഛമ്മ, ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്, പായസം ഒരുപാട് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയണ്ട, ഒരു ഗ്ലാസ് പായസമെങ്കിലും കുടിക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാണ്. അച്ഛൻ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അനിയൻ്റെ എന്തോ ശംഖ് എടുത്ത് വെച്ചിരിക്കുന്ന ഊത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഊതി കാണിച്ചു തരാം പാപ്പാന്ന്. അവന് സൗണ്ടൊന്നും വന്നില്ല, എന്നാലും ഊതിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ ഓരോന്നിങ്ങനെ കുശലങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ. പിന്നെ ഞങ്ങളങ്ങനെ ഇപ്പോൾ സ്കൂളും ട്യൂഷനും ഒക്കെ ഉള്ളത് കൊണ്ട് പോകാനും പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ ആഴ്ചയിൽ അച്ഛമ്മേനെ പോയി കാണാൻ ശ്രമിക്കും കേട്ടോ. പാവമാണ് അച്ഛമ്മ, ഭയങ്കര സ്നേഹമാണ്. അമ്മയുണ്ട്, അനിയനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു പോയത്. മോളപ്പുറത്ത് ഇവിടെ ഉണ്ടാവും. അച്ഛമ്മ ഇങ്ങനെ ഓരോന്ന് പറയാണ്.
സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ ഇരിക്കുക, സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിരിക്കുകയാണെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്ന, അമ്മ അറിഞ്ഞിട്ടില്ല. അച്ഛമ്മ അതാണ്ട് ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് തറവാട്ട് വീട്ടിലെ പൂവാണ് കേട്ടോ. വെളിയിൽ അവരിട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇട്ടത്. ഇത് ശ്രീകുട്ടനെ ഇട്ടത് കേട്ടോ. ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വളഞ്ഞൊക്കെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങനെ ഡിസൈനാണെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കുന്നുണ്ട്. ഞാനും അവനെ തിരിച്ച് കളിയൊക്കെ ആക്കി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അവർ സൂപ്പറായിട്ട് നന്നായിട്ട് വലിയതായിട്ട് ഇട്ടിട്ടുണ്ട് പൂ കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം ചെറുതായിട്ട് ഇട്ടിട്ടുള്ളായിരുന്നു. ഒരുപാട് സമയം എടുക്കും ഒരുപാട് ഇങ്ങനെ ഇടാനേ. ഞങ്ങൾ ചെറിയ പൂക്കളാണ് ഇട്ടത്. ഇവർ അടിപൊളിയായിട്ട് വലിയ പൂക്കളിട്ടായിരുന്നു. അനിയൻ്റെ അവിടെയും പൂക്കളുണ്ട് കേട്ടോ, അത് നമുക്ക് കാണാൻ പോവാം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ തറവാട്ടിൽ വന്നപ്പോൾ സദ്യ കഴിക്കായിരുന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് വീഡിയോ എടുത്ത് നാറ്റിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇല വെച്ച് മറച്ചു ഗൈസ്. എന്നാലും ഞാൻ വീട്ടിൽ എടുക്കും, എന്നാലും ഞാനും കഴിക്കട്ടെ കുറച്ച്. ചേച്ചീൻ്റെ ഫുഡ് അങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അങ്ങനെ അച്ഛമ്മയ്ക്ക് വിഷമമുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അനിയൻ്റെ വീട്ടിലെ പൂക്കളം കണ്ടാലോ. അവരടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നേരിട്ട് കണ്ടില്ല. അപ്പോൾ അത് നോക്കിയാലോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീട് പണി ആയതുകൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, അത് നോക്കണ്ട. അപ്പോൾ ഇവിടുത്തെ പൂക്കളം അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ വർഷത്തെ നമ്മളെ ഓണാഘോഷം ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കേ.